ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീരയുടെ സംവിധാനത്തിൽ ഷെയ്ൻ നിഗം നായകനായി എത്തി ഒരുപാട് വിവാദങ്ങളും അതുപോലെ സെൻസർ ബോർഡിന് തലവേദനയായി മാറിയ ചിത്രമാണ് ഹാലി. മതത്തെ തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം മതഭ്രാന്തന്മാർ കാരണം ചിത്രത്തിന് തിയേറ്ററുകളിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. ഏതായാലും റൊമാന്റിക്കൽ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങിയ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 10-ാം തീയതി, അതായത് മറ്റന്നാൾ ചിത്രം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി, നാളെ ഇലക്ഷനാണ്. ഇനിയുള്ളൊരു 5 കൊല്ലം ആരുടെ കയ്യിൽ വേണമെന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും ഒരു താല്പര്യമുണ്ടായിട്ടല്ല, എന്നാലും പറഞ്ഞേ പറ്റൂ. ഈ ജാതി, മതം, എന്റെ ദൈവം, നിന്റെ ദൈവം തുടങ്ങിയ വർഗീയത തുപ്പുന്നവനെ ഒരിക്കലും അടുപ്പിക്കരുത്. തുറന്നു പറയുകയാണെങ്കിൽ ഏത് 2 പാർട്ടി വന്നാലും ആ ഒരു മതം തുപ്പുന്ന പാർട്ടി വരാനേ പാടില്ല. വന്നാൽ ജയ് ശ്രീറാം. This is the end. ഏതായാലും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പോൾ ഇത്ര മതി. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നോക്കി കണ്ടു മാത്രം ചെയ്യുക. യാതൊരുവിധ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്ന് ബോക്സ് ഓഫീസുകളെ ഇളക്കി മറിച്ച് തരംഗമായി മാറിയ ചിത്രമായിരുന്നു ദുരന്തർ. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം തിയേറ്ററിലെത്തി റഹീം ദക്കേത്ത് അഴിഞ്ഞാടി 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി വമ്പൻ ഹിറ്റായി മാറിയ ദുരന്തർ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇക്കഴിഞ്ഞു പോയ മാർച്ച് 19-നായിരുന്നു തിയേറ്ററിലെത്തിയത്. ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. അതെ, പാർട്ട് 1ന്റെ പോലെ തന്നെ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് സെക്കൻഡ് പാർട്ടും 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTTയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ബാനസ് ജിയോ സ്റ്റുഡിയോസ് ആയതുകൊണ്ട് തന്നെ സിനിമയുടെ OTT അവകാശങ്ങളും ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ താൻ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം തിയേറ്ററിലെത്തി 2 മാസത്തിനു ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ മെയ് മാസം അവസാനത്തോടെ മാത്രം സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിച്ചാൽ മതി. കൂടാതെ ഒരു റൂമർ ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്, മെയ് 14 സിനിമ റിലീസ് ചെയ്യുമെന്നാണ്. ഏതായാലും കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസിനായി. മനുവിന്റെ സംവിധാനത്തിൽ മലയാളത്തിൽ ഒരുങ്ങിയ ഒരു 18+ സീരീസ് ആണ് ലോലിപോപ്പ്. കംപ്ലീറ്റ് അഡൽട്ട് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സീരീസിന്റെ സെക്കൻഡ് പാർട്ട് ബൂമാക്സ് വഴി 34 മിനിറ്റിനടുത്ത് ഡ്യൂറേഷൻ വരുന്ന ഫയല് മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. Thanks. Love you. Forever. ക്യൂട്ട് ഫിലിമാണ്, കുറച്ച് ഇമോഷൻ ഒക്കെ ഉള്ള ക്യൂട്ട്. അതിലൊരു ക്യൂട്ട് എലമെന്റ് ഉണ്ട്. അതുകൊണ്ടാണോ? അല്ലല്ല, നീലക്കായലുപോൽ തോന്നും മോമൽ കണ്ണാണ് മുടിക്കാർ മുഖിലും തോൽക്കും നാടൻ ചേലാണ്. അതെ, റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയതും അതുപോലെ ഒരുപാട് കാലത്തിനു ശേഷം തിയേറ്ററുകളിൽ നിറഞ്ഞൊടിയ ഒരു കൊച്ചു നിവിൻ പോളി ചിത്രമാണ് സർവമായ. നിവിൻ പോളി, റിയ ഷിബു എന്നിവർ പ്രധാന റോളിലെത്തിയ ഈ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഏപ്രിൽ 12-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ചിത്രം ഏഷ്യാനെറ്റ് വഴി ടെലിവിഷൻ പ്രീമിയർ ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ കാലം തെറ്റിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചിത്രം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഉപ്പും മുളകും എന്ന ഫ്ലവേഴ്സിലെ സീരിയൽ കഴിഞ്ഞാൽ ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത മറ്റൊരു സീരീസാണ് ചക്കപ്പഴം. അപ്പോൾ അതിലെ നമ്മുടെ സുമേഷ് ഇല്ലേ, ആ ഒരു പുള്ളിക്കാരൻ പ്രധാന റോളിലെത്തിയ മലയാള ചിത്രമാണ് കണിമംഗലം കോവിലകം. യൂട്യൂബ് എന്ന മിനി സ്ക്രീനിലെ കണിമംഗലത്തിൽ തുടങ്ങി ഇപ്പോൾ ബിഗ് സ്ക്രീനിലെത്തി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഈ ഒരു ഹൊറർ കോമഡി ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സൺനെക്സ്റ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിത്രം മറ്റന്നാൾ, അതായത് 10-ാം തീയതി വെള്ളിയാഴ്ച ചിത്രം സൺനെക്സ്റ്റ് വഴി മലയാള ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ ലഭ്യമല്ല. കൂടാതെ ഇന്നും ഈ അടുത്തും OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് ദ ബോയ്സിന്റെ ഫൈനൽ സീസൺ ആമസോൺ വഴി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് സർക്കിട്ട് എന്ന മലയാളം ചിത്രത്തിന്റെ ഹിന്ദി, തമിഴ് വേർഷൻ ആമസോൺ പ്രൈം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് കീപ്പർ എന്ന ഏതോ ഒരു അന്യഭാഷ ചിത്രം ആമസോൺ വഴി ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.